ഇന്നലെ കുഴിച്ചിട്ട് തലേ ദിവസം കുഴിച്ചിട്ട് ഡെഡ് ബോഡി പിറ്റേ ദിവസം ആയപ്പോഴേക്കും കാണുന്നില്ല. തലേന്ന് കാണാതായ ആ ശവശരീരം. അതെ, ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആയിരുന്നു ആ ഒരു ബാഗിലുണ്ടായിരുന്നത്. ആ ഒരു പീസാണ് ഞങ്ങള് കട്ട് ചെയ്ത് മുറിച്ച് കഴിച്ചത്. 100 ഡെഡ് ബോഡീസ് ആണ് ഇവർ കറി വെച്ച് കഴിച്ചത്. തല എന്തിനാ നിങ്ങളിവിടെ വെച്ചേക്കെന്ന് ചോദിച്ചപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണെന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്നൊരു ഇൻസിഡന്റ് ആണിത്. നമ്മൾ ഈ നരഭോജികളെ പറ്റി, മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പറയുന്നതും കേട്ടിട്ടുണ്ട്, മനുഷ്യന്റെ മാംസത്തിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ. അത് നമ്മൾ പറയുന്നതും കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് റിയൽ ആയിട്ട് നടന്നൊരു ഇൻസിഡന്റാണ്. അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 1990 അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു 2011 നടന്നൊരു ഇൻസിഡന്റ് ആണ്. ഒരു ഏപ്രിലില് നടന്നൊരു ഇൻസിഡന്റ് ആണ്. അതായത് നമ്മൾ ഒരുപാട് ഇഷ്യൂസ് കേട്ടിട്ടുള്ള കാനിബൽസ് ഉണ്ട്. ലൈക്ക് അത് പക്ഷെ കൊന്നിട്ടാണ്, ലൈക്ക് മർഡർ ചെയ്തിട്ട് അവരുടെ മാംസം കഴിക്കുന്നവരുണ്ട്. ഇത് പക്ഷെ അതിന് ഡിഫറെന്റ് ആണ്. അതായത് ഈ ഒരു ഡെഡ് ബോഡീസിനെ, അതായത് ഈ ഖബറിൽ നിന്നൊക്കെ എടുക്കുന്ന, അതായത് കുഴി തോണ്ടി എടുക്കുന്ന ആ ഒരു ഡെഡ് ബോഡീസ് കഴിഞ്ഞിട്ട് അവരുടെ ബോഡി കുഴി തോണ്ടി എടുത്ത് അതിനാണ് അവര് കറി വെച്ച് ഭക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് ഒരു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദരിഹാങ് ഗ്രാമത്തിലാണ് ഒരു ശ്മശാനം. അവിടെയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. തലേ ദിവസം വീട്ടിലെ ഒരു പെൺകുട്ടീനെ അടക്കം ചെയ്തിട്ട് ഇവര് മടങ്ങി. അടക്കം ചെയ്തതിന് ശേഷം മടങ്ങി. പിറ്റേ ദിവസം കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇവരെയും കൊണ്ട് രാവിലെ വരികയാണ്, വീട്ടുകാര് രാവിലെ വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭയപ്പെടുത്തുന്നതും അവരെ അതുപോലെ തന്നെ അമ്പരിപ്പിക്കുന്നതുമായിട്ടൊരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു മണ്ണൊക്കെ മാറ്റിയിട്ടിരിക്കുന്നു. ഒരു കുഴി തോണ്ടിയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇവരപ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ആ ഒരു ഖബറിന്റെ അവിടെ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് കാണുമ്പോഴേക്കും അവരപ്പം തന്നെ ശരിക്കും അവരവിടെ നോക്കി നിൽക്കുക, എന്താണ് നടന്നേക്കുന്നതെന്ന്. അവരപ്പം തന്നെ പള്ളി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ കാര്യം അറിയിച്ചു. അവരപ്പം തന്നെ വന്നു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സാധാരണ ഈ ചില മൃഗങ്ങളൊക്കെ, ഈ പട്ടിയൊക്കെ ഇങ്ങനെ മണ്ണ് മാന്തുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി അതിനകത്ത് ആ ഒരു ശവശരീരം ഇല്ല, അതവരറിഞ്ഞു. അത് പട്ടിയൊക്കെ മാന്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു ഇത് കാണുന്നില്ല. പട്ടി ഒരു മൃഗത്തിന്റെ കാൽപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. അതിനുശേഷം ഇവരെ പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു മണ്ണ് കംപ്ലീറ്റ്ലി മാന്തി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു ഡെഡ് ബോഡി ഇല്ല. അത് ഇന്നലെ തലേ ദിവസം കുഴിച്ചിട്ട് ഡെഡ് ബോഡി പിറ്റേ ദിവസം ആയപ്പോഴേക്കും കാണുന്നില്ല. എവിടെ പോയത് അത് കാണുന്നില്ല. ആക്ച്വലി അവരെന്നിട്ട് പെൺകുട്ടിയുടെ സഹോദരനാണ് കേസ് കൊടുക്കുന്നത്. അതെ. അപ്പൊ ഇവര് വിചാരിച്ചു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു ഡെഡ് ബോഡീസ് കടാവർ കൊണ്ടുപോകുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ കൊണ്ടുപോയി അവരങ്ങനെയും ആ ഒരു രീതിയിലും അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങള്. അവിടെ ശ്മശാനത്തില് നിൽക്കുന്ന ആൾക്ക് ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം പറയുവാണ്. അതുപോലെ ആ ഖബറടക്കം കാണാൻ വന്ന ഒരാളും ഒരു ഡൗട്ട് പറയാണ്. ഇങ്ങനെ ഒരു 2 പേരെ കണ്ടു, സംശയാലുക്കളായിട്ടുള്ള 2 പേര്. അവരെന്തായാലും ഇവരുടെ ആരുടെയും ബന്ധുക്കളല്ല, അവർ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നവരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ആളും പെട്ടെന്ന് ഓർത്തിട്ട് പറയാണ്. പക്ഷെ ആ സമയത്ത് അയാൾ ശ്രദ്ധിച്ചൊരു കാര്യമല്ല അത്. പക്ഷെ ആൾക്ക് ഇങ്ങനെ കുറേ ഇൻസിഡന്റ് നടന്നപ്പോൾ ആൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട്. 2 പേര്, ആളുടെ കയ്യിൽ കോടാലി ഉണ്ടായിരുന്നു, ഒരാളുടെ കയ്യിൽ. അപ്പം അവർ അങ്ങോട്ട് നോക്കി നടക്കുന്നുണ്ട്. അപ്പം അത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഒരു ഡൗട്ട് പോലീസുകാരോട് പറയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ എല്ലാവരും പോവുകയാണ്, നാട്ടുകാരും അതുപോലെ പോലീസ് ചെന്ന് ഡോറ് നോക്കിയിരുന്നു. അപ്പം ആദ്യം ഇറങ്ങി വരുന്നൊരു വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പം ആ വ്യക്തികളുടെ പിതാവാണത്. അപ്പോൾ പേര് ആരിഫ് അലി എന്നാണ് ആളുടെ പേര്. 2 പേരുണ്ടായിരുന്നു. ഒരാള് ബ്രദറാണ് ഫർമാൻ അലിയും ആരിഫ് അലി. അപ്പം ആരിഫ് അലി അകത്ത് കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഈ അച്ഛൻ വന്നു, കതവ് തുറന്നു, പോലീസ് വന്നു, ചെന്ന് മോനെ ഉണർത്തി കഴിഞ്ഞ് ആരിഫ് വരുമ്പോൾ പോലീസിനെ കണ്ട് പെട്ടെന്ന് പരുങ്ങുവാണ്. ഇത് പോലീസ് ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പം എന്തോ ഉണ്ട്. അങ്ങനെ ഇവർ അടുക്കള ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ എന്താ, ഒരു കതവ് മാത്രം അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരിഫ് അത് തുറന്നു കൊടുക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു കറിച്ചട്ടി
മേശപ്പുറത്തിരിക്കാം. അതിനകത്ത് ഇറച്ചിക്കറി ഇരിക്കുകയാണ്. അപ്പം ഇറച്ചിക്കറി വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്, നമുക്ക് അങ്ങനെ ഡൗട്ട് തോന്നില്ലല്ലോ. താഴെ നോക്കുമ്പോൾ കുറേ ഉറുമ്പ് ഇങ്ങനെ നിരനിരാന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ എന്താ അടിയിൽ നോക്കുമ്പോഴത്തേക്കും വളമാണ്. പക്ഷേ എന്തിനാ അവിടെ വളം വെക്കേണ്ട ആവശ്യം? വളം വീടിന്റെ അകത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ എറുമ്പ് വളത്തിൽ തൊടുന്നില്ല, വളവും കഴിഞ്ഞാണ് ആ എറുമ്പ് പോകുന്നത്. അങ്ങനെ പോയി പിറകിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ബാഗ്. അവസാനം പോലീസ് ബാഗ് എടുത്ത് പുറത്തിട്ടു. തുറന്നപ്പോ അവര് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. തലേന്ന് കാണാതായ ആ ശവശരീരം, ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആയിരുന്നു ആ ഒരു ബാഗിലുണ്ടായിരുന്നത്. എന്നിട്ട് പോലീസുകാർ അയാളോട് തന്നെ ചോദിക്കുകയാണ് ഈ ഒരു ഇത് എവിടെ നിന്ന് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പായയിലേക്ക് ഒരു പായ വിരിക്കാൻ പറഞ്ഞു ആ മുറ്റത്ത് തന്നെ ആ ഒരു ബോഡി എടുത്ത് വെക്കുകയാണ്. ആ ബോഡി എടുത്തു വെച്ചൊരു സമയത്ത് ഇവർ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ടൈപ്പ് ഒരു കാര്യം തന്നെയാണ് കാണുന്നത്. ആ ബോഡിയുടെ ഒരു കാലിന്റെ മുട്ടിന് കീഴ്പോട്ടേക്ക് ഇല്ല, അത്രയും ഭാഗം അറുത്തെടുത്ത പോലെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, പോലീസുകാർ സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇത് എവിടെ നിന്ന് കിട്ടി, നീ ഇതെന്ത് ചെയ്തു, ഈ ബാക്കിയുള്ള പോർഷൻ എവിടെ? അപ്പൊ അയാൾ ഒരു കൂസലും ഇല്ലാതെ വളരെ ഒരു ഇതിലാണ് ലാഘവത്തോടെ പറയാണ്, ആ ഒരു പീസാണ് ഞങ്ങള് കട്ട് ചെയ്ത് മുറിച്ച് കഴിച്ചത്, അതിന്റെ ബാക്കിയാണ് നിങ്ങൾ വന്നപ്പോ കണ്ടത്. അത്രയും ഒരു കൂസലില്ലാതെ ഇത്രയും ഒരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മൾ പറയുമ്പോ തന്നെ നമുക്കൊരു വൊമിറ്റിംഗ് വരുന്ന ഒരു സത്യം. ഈ കഥ അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തന്നെ. ഇയാള് പറയുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാനില് അങ്ങനെ ഒരു നിയമം ഇല്ല. അതായത് ഇതുകൊണ്ട് ശവശരീരം കഴിക്കുന്നത് നോർമൽ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പൊ അവര് ചോദിക്കുകയാണ്, കഴിച്ചു കൂടായികയില്ലല്ലോ എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്നുള്ളൊരു തരത്തില് 2 വർഷത്തെ ശിക്ഷയാണ്. അതെ, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു, കുത്തി തുറന്നെടുത്തു, ആ ഒരു രീതിയിലാണ്. വെറും 2 വർഷത്തെ ശിക്ഷ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. എല്ലാവരും അതാണ്, എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു. 100 ഡെഡ് ബോഡീസ് ആണ് ഇവർ കറി വെച്ച് കഴിച്ചത്. 100 ഡെഡ് ബോഡീസ് കഴിച്ചവർക്ക് 2 കൊല്ലത്തെ ശിക്ഷയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ 2014 ഏപ്രിൽ 14 ഇവർ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ആ കേസ് കഴിഞ്ഞു. 2014 ഏപ്രിൽ 14 പാകിസ്ഥാനിലെ ഈ പ്രവിശ്യയില് തെക്ക് ഭാഗത്ത് ഒരു അയൽക്കാരൻ പോലീസിന് ഇങ്ങനെ കേസ് കൊടുക്കുകയാണ്. ഒരു അയൽവക്കത്തൊരു വീട്ടിൽ നിന്ന് നല്ലൊരു ദുർഗന്ധം വരുന്നു എന്നുള്ളൊരു കേസ് കൊടുക്കുന്നു. അങ്ങനെ പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ കഥ തുറക്കുന്നു. അപ്പം പോലീസ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ സ്മെല്ല് അടിക്കുന്നുണ്ട്. അതെ, ഇവർക്ക് പക്ഷെ പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല. ഇവര് അകത്ത് കയറി ചെല്ലാണ്, പോലീസ് അകത്ത് കയറി ചെല്ലുന്നു, അടുക്കള ഭാഗത്തോട്ട് ചെല്ലുന്നു. പോലീസ് ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞു തല അവരിങ്ങനെ വെച്ചേക്കാണ് മുകളിൽ. ഇത് കണ്ട് ഒരു പോലീസുകാരൻ ഞെട്ടി നിലവിളിച്ചു. അപ്പൊ ബാക്കി പോലീസുകാരിങ്ങനെ വന്നു. അപ്പോൾ ഇവരടുത്ത് ചോദിച്ചപ്പോൾ ഇവരെന്തൊക്കെയോ ചിരിച്ചുകൊണ്ട് പറയാണ്, തെറ്റിയ സ്ത്രീയാണ്, ഇവരെന്തൊക്കെയോ പറയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പുരുഷൻ വരാണ്. പോലീസിനെ കണ്ടതും പരിങ്ങി ഓടാൻ ശ്രമിച്ചു, പക്ഷെ പിടിച്ച് കൊണ്ടുവന്ന് കാര്യം, നിന്റെ പേര് അല്ല എന്താ കാര്യം ചോദിച്ചു. ഈ തല എന്തിനാ നിങ്ങളിവിടെ വെച്ചേക്കെന്ന് ചോദിച്ചപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് എന്താ പറയാ, എല്ലാരും എന്ത് പറയേണ്ടെന്നറിയില്ലല്ലോ. നിന്റെ പേരെന്താടാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇയാള് ആരിഫ് അലി. ഈ പേര് കേട്ടതും പോലീസുകാരെല്ലാരും പേടിച്ചു പോയെന്ന് തന്നെ പറയാം. അതെ, എല്ലാവരും ഒന്ന് ബാക്കിലോട്ടായി പോയി. എന്നാ പോലീസിന്റെ ഒരു പവർ അല്ലെങ്കിൽ ഒരു ധൈര്യം മുന്നിലിട്ട് അവരെ വീണ്ടും വന്നു, എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അയാള് ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്നത്. അതായത് പണ്ട് നടന്ന ഇൻസിഡന്റ് ഒക്കെ പോലീസുകാർക്ക് അപ്പോൾ ഓർമ്മ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കിട്ടിയത് വെറും 2 വർഷത്തെ ശിക്ഷയാണ്. കാര്യങ്ങള് ഇയാള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, ഈ ഒരു മനുഷ്യന്റെ മാംസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അത് സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തല സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഇതൊക്കെയാണ് ആള് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം പോലീസ് എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് FIR തയ്യാറാക്കിയത്. ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേസ് ചെയ്യുന്നത്.
അതിനുശേഷം ഇവർക്ക് ജീവപര്യന്തം തന്നെ വിധിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇൻസിഡൻറ്റ് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്, നമുക്ക് ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു എല്ലാ പഴുതുകളും അടച്ചിട്ട് തന്നെയാണ് പോലീസ് ആ ഒരു കേസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതും. അതിനുശേഷം ജീവപര്യന്തം കിട്ടിയവർക്ക്. അതിനുശേഷം ഇപ്പോൾ ആ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് 2026 അവർ പുറത്തിറങ്ങേണ്ടത്. പക്ഷെ അവരുടെ നല്ല നടപ്പ് പ്രകാരം 2025 അവര് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്രീപ്പി ആയിട്ടുള്ള ആൾക്കാര് ഓർക്കുമ്പോ തന്നെ പേടി. എങ്ങനെ അവര് താമസിക്കുന്നിടത്തൊക്കെ ഇവരുമായിട്ടും സഹകരിക്കാൻ പറ്റില്ല, എന്തൊരു പേടിയായിരിക്കും അല്ലേ? സത്യം. എന്തായിരിക്കും ഇവർ ഇനിയും അതായിരിക്കും ചെയ്യാൻ പോകുന്നതും. കാരണം ഇത്രയും ഒരു ഇതുണ്ടായിട്ടും 2 വർഷം തടവ് കിട്ടിയിട്ട് പോലും തീരാത്തൊരു കാര്യം. അവർ ഇത്രയും വർഷം കിടന്നിട്ട് ജീവപര്യന്തം കിട്ടിയിട്ട് തീരുമെന്ന് തോന്നുന്നില്ല. വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു കാര്യം. എന്തായാലും മാറിയിട്ടുണ്ടാവില്ല ആൾക്കാര്. അവർ ഇനിയും ഇത് തന്നെ തുടരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് കേസ് പാകിസ്ഥാനിൽ നടന്ന കേസ്.